മണ്ഡലമാര് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിലുള്ള ഒരു പൊതു അഭിപ്രായമാണ്. LDF-ന്റെ ആരെങ്കിലും UDF-ന്റെ കോൺഗ്രസ്സുകാരെങ്കിലും മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ എത്രയും ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇനി പറയുന്നില്ല. അവർ ആ മണ്ഡലം നേഴ്സ് ചെയ്യും, ആളുകളെ ബന്ധപ്പെടും, എന്താ ചെയ്യുക, വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അതോടെ ഉറപ്പിക്കും. LDF പൊതുവില് അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നിൽക്കാൻ നേതാക്കന്മാരാണെങ്കിൽ പിന്നെ പറയാനുമില്ല. ആ രീതിയിലുള്ളൊരു ഇടപെടലല്ല. ഇത് അന്താരാഷ്ട്ര രാഷ്ട്രീയം കുറച്ചുകൂടെ കൂടുതലാണ്. ഇപ്പോഴല്ല പൊതുവിൽ തന്നെയാണ് കേരളത്തിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് UDF-ന്റെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണെങ്കിലൊക്കെ ഉടനെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഡിസ്ലോഡ് ചെയ്യാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്, വലിയ ഫൈറ്റാണ്. അപ്പൊ അതിനെ പ്രതിഫലിപ്പിക്കുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള ഡോക്ടർ ഐസക് താങ്കൾ ഇത്രത്തോളം കടന്നു പറയുമെന്ന് ഞാൻ വിചാരിച്ചു. താങ്കൾ പറഞ്ഞു, അതായത് ഒരുപക്ഷെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ ഇപ്പോഴുള്ള പ്രവർത്തന രീതിയിൽ കുറച്ച് മാറ്റം വേണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് അതെ, നിശ്ചയമായും വേണം. പക്ഷെ ഈ ഒരു മേഖലയിൽ ഒരു പെർസെപ്ഷൻ ഡോക്ടർ ഐസക് വളരെ കൃത്യമായിട്ട് അത് കൺഫൈഡ് ചെയ്തു, അത് സമ്മതിച്ചു. അതായത് പ്രാദേശിക തലത്തിലുള്ള MLA-മാരുടെ വികസന സ്വഭാവം, അത് ആ പറഞ്ഞ ഒരു രീതിയാണ് അല്ലെ, ഒരു വികസന രീതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ പബ്ലിസിറ്റി, പെർസെപ്ഷൻ, മീഡിയയുടെ ഒരു അത് മാത്രമല്ല CPM അല്ല LDF MLA-മാരുടെ വരട്ട് തത്വവാദം ഉണ്ടല്ലോ, ജനങ്ങളുമായി ബന്ധപ്പെടാത്ത. ഇപ്പൊ UDF MLA-മാരാണെങ്കിൽ കല്യാണത്തിന് പോവും, മരണത്തിന് പോവും, ജനങ്ങളുമായി ബന്ധപ്പെടും, ചെറിയ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടും. അതൊന്നും LDF-കാർ ചെയ്യുന്നില്ല, പലയിടത്തും ചെയ്യുന്നില്ല. ചെയ്യുന്നവർക്ക് സക്സസ് ആവുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡോക്ടർ തോമസ് ഐസക് അവിടെ പച്ചക്കറി കൃഷി വരെ നടത്തി. എത്ര LDF MLA-മാരുണ്ട് ഈ നിയമസഭയിൽ? എത്ര LDF MLA-മാര്, CPM ഉൾപ്പെടെ എത്ര MLA-മാരുടെ പേര് ഇവിടുത്തെ പത്രക്കാർക്ക് അറിയാം? എഴുന്നേക്കത്തില്ല വികസനം. അതുകൊണ്ട് ആ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം UDF വളരെ മുന്നിലാണ്. അതിനകത്ത്